നെടുമ്പാശ്ശേരിയിൽ അവയവ മാഫിയ വലയിൽ അവയവം കടത്താൻ ശ്രമിച്ച തൃശൂർ വല്ലപ്പാട് സ്വദേശി സാബിത് നാസറാണ് അറസ്റ്റിലായത്. വിശദാംശങ്ങളുമായി ചേതനുണ്ട്. ചേതൻ, എന്താണ് സംഭവം? വിശദാംശങ്ങൾ. വിനിഷ, ഇന്ന് ഉച്ചയോടെയാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് തൃശൂർ വലപ്പാട് സ്വദേശിയായ സാബിത് നാസറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം ചെയ്തത് വിദേശത്തേക്ക് നിർദ്ധരായ വ്യക്തികളെ കണ്ടുപിടിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് കിഡ്നി അവയവം ചെറിയ പൈസ കൊടുത്ത് കിഡ്നി അവയവം ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് കച്ചവടം നടത്തുകയായിരുന്നു. വിദേശത്ത് 2-3 ഇരട്ടി വിലക്ക് വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. ഇത്തരത്തിൽ നിരവധി പേരെ ഇയാൾ പറ്റിച്ചതായിട്ടാണ് വിവരം. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അവയവക്കടത്ത് നിരോധന നിയമപ്രകാരമാണ് കേസ്. നമ്മുടെ രാജ്യത്ത് ഈ അവയവത്തിന് പണം ഈടാക്കുന്നത് നിയമപരമായി വലിയ കുറ്റകരമാണ്. ഈ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ IPC 370 അവയവക്കടത്ത് നിരോധന നിയമത്തിലെ 19 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. നിമിഷ, ചേതൻ, അതായത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അവയവം കടത്താൻ ശ്രമിച്ചതിനാണോ ഇപ്പോൾ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നത്? അതെ, നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരപ്രകാരം ഇതൊരു വലിയൊരു അവയവ മാഫിയയുടെ ഒരു ചെറിയൊരു കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതെന്നാണ്. തൃശൂർ വലപ്പാട് സ്വദേശിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇനി നമുക്കറിയേണ്ടതൊക്കെ ഇത്തരത്തിൽ അവയവം കടത്തിയെന്നും അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത് വിറ്റതെന്നുള്ള കാര്യങ്ങളടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇയാളുടെ രീതി ആദ്യം പ്രതികളെ കുവൈത്തിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഇറാനിലേക്ക് കടത്തും. അങ്ങനെ ഇറാനിൽ വെച്ചിട്ടാണ് ഈ അവയവ കച്ചവടം ഇയാൾ നടത്തിയിരിക്കുന്നത്. നിരവധി പേർ ഇയാളുടെ കെണിയിൽ അകപ്പെട്ടതായിട്ടാണ് വിവരം. പോലീസ് ഇത് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പുരോഗമിക്കുകയാണ്. തൃശൂർ വലപ്പാട് സ്വദേശി സാബിത് നാസറിനെയാണ് ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീളുന്നതായിരിക്കും. നിമിഷ, ചേതൻ, വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഒരാളെ കണ്ടെത്തി അയാളുടെ അവയവം എടുക്കാനുള്ള ഒരു തീരുമാനം, ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ആ അവയവം എടുക്കേണ്ടുന്ന ആളെ കൂടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി പുറം രാജ്യങ്ങളിൽ എത്തിക്കുകയാണോ ഈ സാബിത് നാസർ ചെയ്യുന്നത്? അതെ വിനിഷ, ഇയാളുടെ രീതി നിർദ്ധരായ വ്യക്തികൾ ഇതുപോലെ കണ്ടെത്തി ഇയാളും ഈ വ്യക്തിയും കൂടി വിദേശത്തേക്ക് പോയി ആദ്യം കുവൈത്തിലാണ് എത്തുക. പിന്നെ അവിടെ നിന്ന് ഇറാനിൽ പോയി അവിടെയാണ് ഈ അവയവ കച്ചവടം നടത്തുന്നത്. ഈ ഓപ്പറേഷൻ നടത്തി അവിടെ അവയവ കച്ചവടം നടത്തും. ഈ നിർദ്ധന വ്യക്തിക്ക് ചെറിയൊരു പൈസ നൽകും. പക്ഷേ അവിടെ ഈ വ്യക്തിക്ക് നൽകുന്ന പൈസയേക്കാൾ 2-3 മടങ്ങ് വിലയിലാണ് ഇയാൾ വിൽക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയും കൊണ്ട് മടങ്ങി വിമാനത്താവളത്തിലേക്ക് എക്സിറ്റിലേക്ക് വരുമ്പോഴാണ് ഇവിടെ നെടുമ്പാശ്ശേരി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ചേതൻ, ഇത്തരത്തിൽ ഒരു സംശയം പോലീസിന് വന്നത് എങ്ങനെയാണ് ഈ സാബിത് നാസർ പോലീസിന്റെ പിടിയിലാകുന്നത്? വിനിഷ, ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇങ്ങനെ അടിക്കടി വിദേശ യാത്ര നടത്തുകയായിരുന്നു, കുവൈത്തിലും ഇറാനിലേക്കുമായി. സ്വാഭാവികമായും ഇങ്ങനെ ഒരു യാത്ര നടത്തുന്ന കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചു കാൾ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ അതുപോലെ തന്നെ സംസ്ഥാന പോലീസും ഏറെ നാൾ ഇയാളെ നിരീക്ഷിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കച്ചവടം നടത്തി രോഗിയുമായി തിരികെ വരുമ്പോഴാണ് ഇയാളാണ് പ്രതി എന്ന് കണ്ടെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റുകളും അതുപോലെ തന്നെ ഇതൊരു വലിയൊരു അവയവ മാഫിയാണ്. ആരൊക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഒരു അന്താരാഷ്ട്ര ഒരു അവയവ മാഫിയയുടെ ഒരു ചെറിയൊരു കണ്ണിയാണ് ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്. നിമിഷ, ശരി ചേതൻ, നെടുമ്പാശ്ശേരിയിൽ അവയവ മാഫിയ വലയിൽ മനുഷ്യാവയവം കടത്താൻ ശ്രമിച്ച തൃശൂർ വല്ലപ്പാട് സ്വദേശി സാബിത് നാസറാണ് അറസ്റ്റിലായത്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചേതൻ സാജൻ കൊച്ചിയിൽ നിന്നും.